ഹലോ. അപ്പൊ ദാ സമയം ഒരു 7 മണിയോളം ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് മേളത്തിന്റെ സൗണ്ട് അവിടുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെന്ത് ചെയ്തു, അമ്പലത്തിലേക്ക് വന്നു ട്ടോ. അപ്പൊ ദാ ഇവിടെ ഫ്രണ്ടിലൊക്കെ നിറയെ കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ട്. കുറേ നല്ല തിരക്കൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞ് ദാ വന്ന് അയ്യപ്പനെയൊക്കെ ഒന്ന് തൊഴുത് ഞാനും പൊന്നൂസും കൂടെ ഇവിടെ ഒരു ഭാഗം ചേർന്നിരുന്നു. അപ്പോഴത്തേക്കും ചുറ്റുവിളക്കൊക്കെ കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ അതിനൊക്കെ കൂടെയൊക്കെ ഒന്ന് നിന്നു ട്ടോ. സത്യത്തില് ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞാ അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല ട്ടോ. കാരണം മോനേട്ടന് ആ വയ്യാണ്ടായ ആ സമയത്തുള്ള ഒരു അവസ്ഥയൊക്കെ നമ്മുടെ കണ്ണിലൂടെ ഇപ്പൊ ഇങ്ങനെ കടന്നു പോവാണ്. ആ ഒരു സമയത്തുണ്ടല്ലോ, എന്താ പറയാ, വീടിനും നാടിനും വേണ്ടാത്ത കുറേ നികൃഷ്ട ജന്തുക്കൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട്. അവര് വന്നിട്ട് എന്താ പറയാ, മോനേട്ടൻ എണീക്കില്ല, ഇവന്റെ ജീവിതമൊക്കെ നശിച്ചു, ഇനി പണിക്ക് പോവില്ല, ഇനി അവളെന്താ പറയാ, അവളുടെ ജീവിതവും കഴിഞ്ഞു, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കേട്ടിട്ട് എൻ്റെ മകളുടെ കണ്ണിന്ന് പോയ ആ കുറേ കണ്ണുനീരുണ്ടല്ലോ, അതിനൊക്കെ ഒരു ഉത്തരവായിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ചീറുമ്പ അമ്മ മോനേട്ടനെ കൊണ്ട് അമ്മയുടെ നടയ്ക്ക് ചെണ്ട തോളിലിട്ടിട്ട് ആ ഒരു മേളത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിലപ്പുറം ഞങ്ങളെ അമ്മ ഇനി ഏത് രീതിയിലാണ് അനുഗ്രഹിക്കേണ്ടത്. അപ്പൊ എന്റെയും പൊന്നൂസിന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും മനസ്സിലെ ആ ഒരു സങ്കടം, ഒരു സത്യം അത്ര മാത്രമേ ഉള്ളൂ ആ അമ്മ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ കാരണം. അങ്ങനെ ഇതാ 1 1/2 മണിക്കൂറോളം നീണ്ട മേളമൊക്കെ അവസാനിച്ചു. ഇവർക്കൊക്കെ സോഡ കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊന്നൂസിന് ഇത് ചെറുപ്പത്തിലേ ഉള്ള ശീലമാണ് കേട്ടോ. മോനേട്ടൻ പരിപാടിയുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മോനേട്ടൻ്റെ കയ്യിൽ നിന്ന് ബാക്കി സോഡ മേടിച്ച് കുടിക്കല് ഇപ്പോഴല്ല, ചെറുപ്പം മുതലേ തൊട്ട് തുടങ്ങിയതാണ്. അതിനുശേഷം എന്താ, പൊന്നൂസ് ചെണ്ടയിൽ കുത്തി കിട്ടിയ പൈസയൊക്കെ അങ്ങോട്ട് എടുത്തു. പിന്നീട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.